ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലായിടത്തും ഓണത്തിന്റെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കാണൂല്ലേ? റോഡിൽ ഇറങ്ങുമ്പോൾ തിരക്ക് കാണുമ്പോൾ മനസ്സിലാവും എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് ഷോപ്പിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇന്ന് നമുക്കൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ബാലരാമപുരത്ത് KFC വന്നിട്ട് ഇതുവരെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ബാലരാമപുരത്ത് നിന്ന് സിറ്റിയിലോട്ട് പോകുന്ന ആ റൂട്ടിൽ തന്നെ ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു KFC വന്നിരിക്കുന്നത്. ഇവിടെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും എംപ്റ്റി ഹാളായിരുന്നു. പിന്നെയാണ് ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങനെ വന്നത്. പൊതുവേ ബാലരാമപുരത്തെ KFC ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് KFC കാണുന്നത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. KFCയിൽ നമ്മൾ ഡിജിറ്റലായിട്ടാണ് അത് ഓർഡർ ചെയ്യാനുള്ളത്. നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് അവർ മെനുവിൽ കാണിച്ചു തരും. മീൽ ഐറ്റം ഉണ്ട്, ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്, ഏത് ഐറ്റം ആണെങ്കിലും നമുക്ക് ഓർഡർ ചെയ്തിട്ട് അത് കൺഫേം ചെയ്തതിന് ശേഷം ക്യാഷ് കൗണ്ടറിൽ പോയി ക്യാഷ് അടച്ചിട്ട് നമ്മൾ തന്നെ സെൽഫ് സർവീസ് ചെയ്യുവാണ് ഇവിടുത്തെ രീതി. ഞങ്ങൾ പറഞ്ഞത് ബ്രോസ്റ്റഡ് ചിക്കനും റൈസ് വിത്ത് ഗ്രിൽഡ് ചിക്കനും ആണ്. പിന്നെ കോളയും യൂഷ്വലി നമ്മൾ ഓർഡർ ചെയ്യുമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഇത് ഒരിക്കലും ഒരു ഹെൽത്തി ഫുഡല്ല. നമുക്ക് മന്ത്ലി വൺസ് ഒക്കെ എടുക്കാവുന്ന ഒരു ഫുഡ് ഐറ്റം ആണ്. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കൊതി തോന്നുന്ന സമയത്ത് കഴിക്കാം. ഇപ്പോൾ 2 മാസം കൂടുമ്പോഴോ 1 മാസം കൂടുമ്പോഴോ ഒക്കെ ഒരു തവണ കഴിക്കാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ റൈസ്, പിന്നെ ഗ്രിൽഡ് ചിക്കനും, പിന്നെ ഇത്രയുമാണ് ബ്രോസ്റ്റഡ് ചിക്കൻ. നമ്മളൊരു പാക്കേജ് ആണ്, അതായത് ഒരു കോംബോ ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും വെജ് മയനൈസും പിന്നെ ഒരു ചില്ലിയുടെ ഒരു മയനൈസും ആണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ലെഗ് പീസാണ് അതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ റൈസ് വരുന്നത് നമ്മുടെ ബസ്മതി റൈസിന്റെ ചെറിയൊരു ടൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. മീതയായിട്ട് കുറച്ച് റോ റൈസും അകത്ത് കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിരുന്ന ഒരു രീതിയിലാണ് ഈ ഒരു റൈസ് ഇരിക്കുന്നത്. ഇതിൽ ചാറ്റ് മസാലയൊക്കെ ആയിട്ട് ഉള്ള ഒരു രീതിയാണ് ഇവർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോർത്ത് ഇന്ത്യൻസിനൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ മലയാളികൾക്ക് ഇത് കഴിച്ച് ശീലിച്ചവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ഈ പുളിയും എരിവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റാണ്. പിന്നെ ഈ ചിക്കൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ ചിക്കൻ. ഞാൻ പറഞ്ഞ പോലെ ഈ പുളിയും സ്പൈസിയും സോൾട്ടും ഒക്കെ നമുക്ക് കുറച്ച് മുന്നിട്ട് വേണം എന്ന ആഗ്രഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ആ ഗ്രിൽഡ് ചിക്കന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് ക്യാപ്സിക്കം, കുറച്ച് വെജിറ്റബിൾ, അതൊക്കെ ഈ റൈസിൽ നമുക്ക് ഇത് കടിക്കാൻ കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പേഴ്സണലി എനിക്ക് അത്ര ഓക്കെ ആയിരുന്നില്ല റൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രോസ്റ്റഡ് ചിക്കനാണ് എടുത്തത്. ടൊമാറ്റോ സോസ് ഉപയോഗിച്ചിട്ടാണ് ബ്രോസ്റ്റഡ് ചിക്കൻ എനിക്ക് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടം. അങ്ങനെ അത് യൂസ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെജ് മയണൈസ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. പാക്കിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹൈജീനിക് ആയിട്ട് വളരെ സെക്യൂർഡ് ആയിട്ടാണ് ഇവർ മയണൈസും ഒക്കെ പാക്ക് ചെയ്ത് വച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല. ഇത് വിങ്സ് അല്ല, ഇത് പ്യുവർ മീറ്റ് ആണ് കേട്ടോ. പ്യുവർ മീറ്റ് ആണ്, ഇതിൽ ബോൺ ഒന്നും വരുന്നില്ല. ഫുള്ള് പ്യുവർ മീറ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ കോള, ഇതിന്റെ കൂടെ ആ ഒരു കോള കോംബോയാണ്. അങ്ങനെ കോള ഞങ്ങൾ കുടിക്കാറില്ല. വല്ലപ്പോഴും ഈ KFCയിൽ വരുന്ന സമയത്താണ് കോള കുടിക്കുന്നത്. ഇതാണ് ആ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു സോസ്. മുളകും പുളിയും ഒക്കെ ഒരു ഒന്നും മുന്നിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഒരു സോസാണ് കേട്ടോ. ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കനുമായിട്ടൊന്ന് ട്രൈ ചെയ്തു. അതുമായിട്ട് കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാമല്ലോ എന്ന് വെച്ചിട്ട്. കുഴപ്പമില്ല, അതുമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് വരുന്നുണ്ട്. ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പല രീതിയിലുള്ള മൈനീസും സോസും ഒക്കെ അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണലി എനിക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടൊമാറ്റോ സോസ് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് കഴിക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ബാലരാമപുരത്തുള്ള ഒരു KFCയിൽ വരുന്നത്.
ഞങ്ങൾ ലഞ്ചിൻ്റെ ടൈമിലാണ് ഈ ഒരു ബ്രോസ്റ്റ് ചിക്കനും റൈസും ഒക്കെ കഴിക്കുന്നത്. അല്ലാതെ ഇടസമയത്തല്ല. ഇതൊരു മീലായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ട് ഈ ഒരു ഐറ്റം കഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇതെടുക്കുമ്പോഴാണ് നമുക്ക് ഹെവി ആയിട്ടുള്ള ഒരു കലോറിയും അതുമാത്രമല്ല ക്ഷീണവും അങ്ങനെയൊക്കെ വരുന്നത്. ലഞ്ചിന് പകരമോ ഡിന്നറിന് പകരമോ ഏതെങ്കിലും ആയിട്ട് നമുക്കിത് എടുക്കാം. കൂടുതലും ലഞ്ചിന് പകരം എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് ഇങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴാണ് പിന്നെ കുറച്ച് പേരൊക്കെ അവിടോട്ട് വന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ. അവിടെ സ്റ്റുഡിയോയിൽ ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഓണം ഓഫേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റുഡിയോയിലേക്ക് വന്നു. അപ്പോൾ നല്ല തിരക്കുണ്ട്. സ്റ്റുഡിയോയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് സാധനങ്ങൾ കിട്ടുന്നത്. അതും ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുന്നത്. ഇവിടുത്തെ ഒന്നിനും 1000 രൂപയിൽ കൂടില്ല. 999 ഇവിടുത്തെ ലാസ്റ്റ് പ്രൈസ് വരുന്നത്. എല്ലാത്തിൻ്റെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ജീൻസിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. പെലാസോ ടൈപ്പ് ഉണ്ട്, ടൈറ്റ് ജീൻസ് ഉണ്ട്, ജെഗിൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ജീൻസ് ആണ് ട്രൈ ചെയ്തത്. അങ്ങനെ എൻ്റെ കയ്യിലില്ലാത്ത ഷെയ്ഡൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഡ്രസ്സസ് ഒക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം കുറച്ച് കോസ്മെറ്റിക്സ് നമ്മൾ നോക്കി. എല്ലാം തന്നെ നല്ല ഓഫറിലുണ്ട് കേട്ടോ. നമുക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ വെറൈറ്റി ഷെയ്ഡുണ്ട്. അതിൻ്റെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ആ സെക്ഷനിൽ തന്നെ നമുക്ക് വച്ചിട്ടുണ്ട്. പെർഫ്യൂം എന്നൊക്കെ പറയുമ്പോൾ വളരെ ചീപ്പ് റേറ്റ് ആണ്. ചപ്പലിൻ്റെയൊക്കെ റേറ്റ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ട്. നമ്മൾ പുറത്തു നിന്ന് ഒരു 1000 റുപ്പീസിന് ഒരു ചപ്പൽ മേടിക്കുന്നത് നമുക്കിവിടെ 3 ചപ്പൽ മേടിക്കാം, 3 4 ചപ്പൽ മേടിക്കാം. അത്രയ്ക്കും നല്ല കളക്ഷനും ഉണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വളരെ ഓഫർ ഉണ്ട് കേട്ടോ. നമുക്ക് സ്റ്റുഡിയോ ആരോടും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു തവണ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു രീതി എന്താണെന്ന്. ചപ്പൽസിൻ്റെ വളരെ വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ പലാസോ, ടീഷർട്ട്, കുർത്തി, ഷോർട്സ്, നൈറ്റ് ഡ്രസ്സ് എന്ന് വേണ്ട എല്ലാത്തിനും നല്ല നല്ല കളക്ഷൻസ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും 1500 റുപ്പീസൊക്കെയാണ് ഇതിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ വെറും 699, 399, 299 എല്ലാം ആ ഒരു റേഞ്ചിലാണ് നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര വലിയ കളക്ഷനും ഉണ്ട്. ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റൊക്കെ പട്ടത്താണ് സ്റ്റുഡിയോ വന്നത്. ഇപ്പോൾ എല്ലായിടത്തും വരുന്നുണ്ട്. ഇവിടെ കാരക്കാമണ്ഡപത്താണ് ഈ ഒരു സ്റ്റുഡിയോ ഉള്ളത്. പിന്നെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എല്ലാ സൈസിലും ഇവിടെ അവൈലബിൾ ആണ്. ഡ്രസ്സസ് ഒക്കെ ഷോർട്സ് വരെ എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ഞാൻ കുറച്ച് ലെഗിൻസ് നോക്കിയായിരുന്നു കേട്ടോ. അതൊക്കെ വെറും 299 ഇവിടെ ഉണ്ട്. പുറത്ത് 600 റുപ്പീസിനൊക്കെ മേടിക്കുന്ന ലെഗിൻസ് സെയിം ക്വാളിറ്റിയിൽ, ബ്രാൻഡ് വ്യത്യാസമുണ്ട്. പക്ഷെ വെറൈറ്റി കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. നല്ല ക്ലോത്തും ആണ്. ഇതൊക്കെ നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന ടൈപ്പ് ടീഷർട്ടാണ്. വെറും 199 റുപ്പീസിൽ. അത് മാത്രമല്ല പുറത്തും ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ക്വാളിറ്റിയാണ്. ക്വാളിറ്റിക്കൊന്നും ഒരു പ്രശ്നമില്ല. അതാണ് സ്റ്റുഡിയോയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ.
ഇന്നോവേഴ്സിൻ്റെ കളക്ഷൻ ആണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ നല്ല സ്റ്റൈലിഷിലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾക്ക് വേണ്ടുന്ന അത്യാവശ്യം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ബില്ലൊക്കെ പേ ചെയ്തു. ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. വലിയ കാര്യങ്ങളൊന്നുമില്ല. കണ്ടന്റ് വൈസ്ഡ് അല്ല. പക്ഷേങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.